ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നോർവേയോട് പരാജയപ്പെട്ടുകൊണ്ട് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ നിന്നും ബ്രസീൽ പുറത്തായിരുന്നു. ബ്രസീൽ സ്വയം ചോദിച്ചു വാങ്ങിയ ഒരു തോൽവിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ബ്രസീലിയൻ താരങ്ങൾക്കും പരിശീലകനായ ആഞ്ചലോട്ടിക്കും ലഭിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബ്രസീലിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അമേരിക്കയിൽ നിന്നും ബ്രസീലിലേക്ക് മടങ്ങാൻ വേണ്ടി CBF താരങ്ങൾക്ക് വേണ്ടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ദിവസം ബ്രസീലിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേവലം 2 താരങ്ങൾ മാത്രമാണ് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള താരങ്ങൾ ആരും തന്നെ ബ്രസീലിലേക്ക് ഇപ്പോൾ മടങ്ങാൻ തയ്യാറായിട്ടില്ല എന്നാണ് UOL റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫ്ലമംഗോക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ഡാനിലോ. അദ്ദേഹം ബ്രസീലിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഗോൾ കീപ്പറായ ലിയോ നന്നേറ്റിയും ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രസീലിന്റെ ട്രെയിനിങ് സെഷനിൽ ഉണ്ടായിരുന്നു. അതായത് സ്ക്വാഡിൽ ഇല്ലായിരുന്നു, പക്ഷെ ബ്രസീലിനോടൊപ്പം ലിയോ നന്നേറ്റി ട്രെയിനിങ് നടത്തിയിരുന്നു. ഈ 2 താരങ്ങൾ മാത്രമാണ് ബ്രസീലിലേക്ക് മടങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ള ആരും തന്നെ തങ്ങളുടെ ജന്മ രാജ്യത്തേക്ക് മടങ്ങിയിട്ടില്ല. പലരും വെക്കേഷന് വേണ്ടി മറ്റു പല രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മറ്റു പലർക്കും വിദേശങ്ങളിൽ വീടുണ്ട്, അവിടേക്ക് അവർ യാത്ര തിരിച്ചിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിയുടെ കുടുംബം ഉള്ളത് കാനഡയിലാണ്. ആഞ്ചലോട്ടി കാനഡയിലേക്കാണ് പോയിട്ടുള്ളത്. ബ്രസീലിയൻ താരങ്ങൾ ആരും തന്നെ ബ്രസീലിലേക്ക് മടങ്ങാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ പലരും ആരാധകരുടെ ഒരു പ്രതിഷേധത്തെ ഭയക്കുന്നുണ്ട് എന്ന് കൂടി പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സൗത്ത് കൊറിയയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. സൗത്ത് കൊറിയ നാട്ടിൽ വന്നിറങ്ങിയ സമയത്ത് എയർപോർട്ടിൽ വലിയ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളും ഒക്കെ സ്വന്തം ആരാധകരിൽ നിന്നും അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ബ്രസീലിലും ഉണ്ടായേക്കാം എന്ന ഒരു ഭയം ഈ താരങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആരും തന്നെ ജന്മരാജ്യത്തേക്ക് മടങ്ങിപ്പോവാൻ തയ്യാറാവാതിരുന്നത് എന്ന വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.